വാങ്ങിച്ച വണ്ടി നമ്മളെ തന്നെ ചതിച്ച്. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചാ തിരിച്ച് പണി നമുക്ക് തന്നെ കിട്ടും. അച്ഛൻ എന്തോന്നൊക്കെ പറയണേ? എന്ത് പറയണമെന്ന് അച്ഛനെ അറിയണോ മക്കളെ? അച്ഛാ, ഞാൻ ഒരു സീരിയസ് കാര്യം ചോദിച്ചോട്ടെ? അച്ഛൻ പടനിലം വീട്ടിൽ ചെന്നായിരുന്നെങ്കിലേ കുട്ടുമാമനെ മുത്തശ്ശന്റെ മുന്നിലോട്ട് അടിക്കുമായിരുന്നോ? തല്ലി കൊല്ലുമായിരുന്നു മോളെ കുട്ടുമാമൻ അച്ഛൻ. കാരണം എന്റെ അച്ഛനെ കാണുമ്പോൾ അങ്ങനെ മുട്ടിടിക്കുവേ. മുട്ടടിക്ക് പ്രായ കൂടുതലല്ലേ കരുതി ബഹുമാനൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞോണ്ട് ആരെ പേടിക്കേ? ഇപ്പൊ നോക്കിക്കോ, വസ്തുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ബാലേന്ദ്രൻ തമ്പി ആരെ നീ അറിയും. കുറച്ച് കൂടുതലായിരുന്നു. ഭർത്താവ് വേദന എടുത്ത് വിളിച്ചപ്പോ ചിരിക്കണേണ്ടാ? ചിരിയടെ ചിരി. എനിക്കറിയാം, ഞാൻ ചത്ത് കിടന്നാലും നീ ചിരിക്കും. കൊല്ലി കൊല്ലി കൊല്ലി. നാളെ 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 നമുക്ക് എല്ലാവരും കൂടെ നിന്റെ വീട്ടിൽ പോവാം. സീരിയസ് ആയിട്ട് പറഞ്ഞു തന്നെ എനിക്ക് പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, പോവാം. അവിടെ ചെന്ന് മര്യാദ അവിടെ ചെന്ന് മര്യാദ സംസാരിക്കോ? കാര്യമായിട്ട് സംസാരിക്കോ? അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കോ? അതെങ്ങനെ? വസ്തു വിൽക്കണ കാര്യം പറയുമ്പോ നിന്റെ അച്ഛൻ കളവല്ലേ? നിന്റെ അച്ഛൻ്റെ കയ്യിലെ ക്യാഷായിട്ട് ഒരു 25 ലക്ഷം രൂപ എടുക്കാൻ കാണും. ഉണ്ടെങ്കിൽ ഷോപ്പ് തുടങ്ങിയിട്ട് ബിസിനസ്സൊക്കെ നടക്കുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് കൊടുക്കാം അല്ലേ? ആണെങ്കിൽ ശ്രീകുട്ടനെ നമുക്ക് അതിൽ പാർട്ട്ണറാക്കിക്കാം. അമ്മ പോയി ചുമ്മാ പറയണ്ട. ഇങ്ങനെ എന്തുട്ട് ശബ്ദമാണ്? താഴ്ത്തോട് പോയാലേ ഞാൻ. അവളെ അങ്ങനെ വിട്ടാ പറ്റൂല. ഞാൻ പറയുന്നത് മുഴുവൻ നീ കേട്ടാ? വീട്ടിൽ പോണ കാര്യമല്ലേ, അവിടെ പോയി സംസാരിക്കണ കാര്യമല്ലേ, അത് കേട്ട് അതിനിടയ്ക്ക് കുട്ടു വരികയാണെങ്കിൽ അവനോട് സംസാരിക്കും. എനിക്ക് അവന്റെ അടുത്തൊന്നും സംസാരിക്കാനില്ല, എനിക്ക് കുട്ടമ്പലെ അടുത്ത് സംസാരിക്കാവുള്ളൂ. പിന്നെ ഞാൻ സംസാരിക്കണതിനിടയിൽ അവനെങ്ങാനും കയറി വന്നാൽ എന്റെ സ്വഭാവം മാറും. ഞാനെന്നടി എന്റെ വിചാരിച്ചോ? നിങ്ങൾ ഈ കൊച്ചിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടണെടുത്ത് ഞാൻ താഴെ നിർത്തിക്കോളൂ. എന്റെ കൊച്ചിനെ ഞാൻ എടുക്കും. എന്തുവാണ് ചെയ്യും? അവിടെ തന്നെ വെച്ചോ. എന്താണ് നിങ്ങളുടെ ഈ സംസാരം കഴിഞ്ഞാൽ ഈ ഉള്ളവൻ എന്തെങ്കിലും തിന്നാൻ തരുമോ? പുതിയ ക്രഷർ മെഷീൻ വന്നിട്ടുണ്ട്. അമ്മ ഫുഡ് എടുത്ത ക്രഷർ മെഷീൻ കിട്ടേ? ശിവ എന്ത്? നീ ആനപ്പുറത്തായിരിക്കുന്നോണ്ട് പട്ടിയെ പേടിക്കണ്ടല്ലോ. ഒന്ന് ഇറങ്ങി ഇവിടെ ഇരി. അച്ഛന് ദേഹം മുഴുക്കെ വേദന. പിന്നെ ഉച്ച ഊണ് കഴിഞ്ഞ് നിന്റെ വീട്ടിൽ പോവാ. വൈകുന്നേരത്തിന് മുമ്പ് തിരിച്ചെത്തണം. നിന്റെ അച്ഛനെ വിളിച്ച് പറ ബാലേന്ദ്രൻ മരണം. ഒരിടത്ത് ഓടിക്കളയാനും കൂടെ പറയണേ. പിന്നെ 25 ലക്ഷം രൂപ കടമായിട്ട് തരണമെങ്കിൽ കുട്ടൂനെ പാർട്ട്ണറാക്കാം. അവനെ പാർട്ട്ണറാക്കണത് സൂക്ഷിച്ച് കണ്ടൊക്കെ വേണം. ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. പാർട്ട്ണർ അങ്ങോട്ട് ചെന്നാ മതി, എല്ലാത്തിനും തല്ലി ഓടിക്കും. വെച്ചേ ഓടിക്കോ? എനിക്ക് ക്യാഷ് കൊടുക്കും. എന്തെന്നും പറഞ്ഞ കേസ് കൊടുക്കും? നിന്നെ കൊണ്ട് ക്യാഷ് കൊടുക്കും. എന്നെ കൊണ്ടോ? അർഹതപ്പെട്ട വസ്തു ഇതുവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞോണ്ട് ഓഹരി 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 കിട്ടിയേ പറ്റൂ. എനിക്ക് അവകാശപ്പെട്ട വസ്തു എനിക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞ് ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കണം അല്ലേ? കൊടുക്കും, കൊടുപ്പിക്കും, കൊടുത്തേ പറ്റൂ. ഒന്ന് പോ മനുഷ്യ, എനിക്ക് വേറെ പണിയുണ്ട് ഇവിടെ. അമ്മോ, അപാര ജന്മം തന്നെ ഇത്. ലച്ചു മോളെ, ഞാനേ അത്യാവശ്യമായിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊപ്പം ഒന്ന് പുറത്തുണ്ട് ഡാൻസിന് ഡിസ്കഷന് വേണ്ടിയിട്ടാ. അതുപോലെ തന്നെ നാളെയും കുറച്ച് ബിസി ആയിരിക്കും. അപ്പം നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? വേറെ ഒന്നുമല്ല, എൻ്റെ തുണി ഒന്ന് കഴുകിയിടാമോ? എന്താടി ആ കൂടി 2 ജീൻസും 2 ഷർട്ടും? നിന്റെ മോളെ എന്നുള്ള വിളി കേട്ടപ്പോഴേ എനിക്ക് തോന്നി കുറഞ്ഞ നീ എൻ്റെ കിഡ്നിയെങ്കിലും ചോദിക്കൂന്ന്. എടാ, ഇവിടെ എൻ്റെ ഡ്രസ്സ് ആര് കഴുകുന്നു പറഞ്ഞാൽ ഞാനിരിക്കണേ. പിന്നെയാ വെള്ളം തൊട്ടാ നനയാത്ത നിന്റെ ജീൻസ്. എടി എന്തോ അടി പ്ലീസ്, ലച്ചു ആവേല്ലേ? സോപ്പ് വേണ്ട, ആലോചിക്കാം. ഇതൊരു ഫുഡ് റിമീസാ. ലച്ചു, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മുമ്പിൽ ഇരുന്ന് സംസാരിക്കില്ലെന്ന്. ഇവനാരുടെ വലിയ ആള്? നീ എന്റെ മേടിക്കുംട്ടാ, ഒരുപാട് വാവുളക്കല്ലേ? കൊടുക്കും വിഷ്ണു കേട്ടോ. മേടിക്കും. അപ്പൊ നീയും വിഷ്ണു ചേട്ടന് സെറ്റ് ആയല്ലേ? ശിവ ശിവ, എന്താടാ? നമ്മളെ മുടിയൻ ചേട്ടനും ലച്ചു ചേച്ചിയും തമ്മില് സെറ്റായി. ഇതെന്തുകൊണ്ടാന്ന് അറിയാവോ?
നമ്മള് ലച്ചി ടീച്ചറുടെ കമ്പ്യൂട്ടറിന്റെ കാര്യം പറഞ്ഞപ്പോ അമ്മയുടെ അടുത്ത് കളിയൊക്കെ കാണിച്ചില്ലേ, അതിന്റെ പ്രതികാരാണിത്. മോളെ ലച്ചു, 2 ദിവസം കഴിയുമ്പോ ഇവനിങ്ങ് ചെന്നൈയിലോട്ട് പറക്കും. പിന്നെ നീ ഇവിടെ ഒറ്റയ്ക്കാവും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ചട്ടിയിലിട്ട് വറുത്ത് തിന്നൂടി. ചട്ടിയിലിട്ട് വറുത്ത് തിന്നലെ തന്നെ നിനക്ക് ദിവസം പണി. എടി ഞാൻ പോണം, അപ്പഴൊന്ന് കഴുകി വെക്കണേ. പറക്കല്ലേ ഇവ ഒത്തുപിടിച്ച മലയും പോരുന്നല്ലേ, നമുക്കൊന്ന് അതുപോലെ നോക്കിയാലോ? ഇപ്രാവശ്യം മലയും പോരും, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വേദന എടുത്തോ? കളി പുലിക്കളി. പുലി തോറ്റുപോയി കളിയില്. പുലി കളിക്കുന്നേ എന്നിട്ട് പോയി അവിടുന്ന്. ശരിയമ്മ, ശരിയമ്മ. പൊയ്ക്കമ്മ. രണ്ടെണ്ണം കൂടെ കൊല്ലം ജനിച്ചാണോ? പതുക്കെ പറയടി. ഇവിടെ തലേക്കറ വന്നാണ്ടല്ലോ, കൊന്നോളാൻ ഞങ്ങൾ മടിക്കത്തില്ല. കറി കേട്ടൂല, മര്യാദക്ക് എന്റെ മോളിൽ ചുരുണ്ട് കിടന്നോണം. പുറത്തേക്ക് എങ്ങനെ ഇറങ്ങിയ ഒട്ടിപ്പിച്ചാച്ചിട്ട് കൊല്ലുന്നു തോന്നുന്നു മനുഷ്യനെ. ആ സുഷമേ, എന്താ മാനേജരാ? ഏയ് ഇല്ല, വിളിച്ചില്ല. എന്തേ 3 ദിവസോ? ഈശ്വര, പണിവാളി. എന്നെ വിളിച്ചില്ലെന്ന് ഇതുവരെ. ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വിളിക്കുമായിരിക്കും. വിളിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ച് പറയാം. ശരി. അമ്മ നേരത്തെ റൂമിൽ വന്നപ്പോ ഞാൻ താഴെ കിടക്കണ കണ്ടില്ലേ? അത് പിള്ളേർ എന്നെ തള്ളിയിട്ടതാ. കൈയൊക്കെ വേനെടുക്കണ്. ചേച്ചി നീ പോ. നീ ഇപ്പൊ എന്ത് ചെയ്യും? എന്താ പറ്റിയേ? സുഷമാൻ്റെ വിളിച്ചിരുന്നേ. ഒഫീഷ്യൽ മീറ്റിംഗ് ബാംഗ്ലൂരാണ്. ആ മാനേജർ എന്നെ വിളിച്ചില്ലെന്നേ. നേരെ എനിക്കിട്ട് പണിയുന്നതാ. 2 മീറ്റിങ്ങിന് ഞാൻ ഒഴിവായില്ലായിരുന്നോ? അല്ലെങ്കിൽ ഞാൻ തന്നെ പോകേണ്ടി വരും. അത് വേറെ സത്യം. അമ്മയ്ക്ക് എന്നാ പോണ്ടേ? നാളെ പോണം. വണ്ടി ഒരു ഓഫീസിലെ വണ്ടി തന്നെയാണ്. അങ്ങനെ വിളിച്ചു പറയുന്നത് രാത്രി വിളിച്ചു പറഞ്ഞാൽ ഞാൻ കിടന്ന് ബുദ്ധിമുട്ടിക്കോളുമല്ലോ. ചുരുക്കം പറഞ്ഞ അമ്മയ്ക്ക് പോയേ പറ്റൂലേ? പോയേ പറ്റൂ, ഒഴിവാൻ പറ്റില്ല. നീ ഇത് അച്ഛനോടൊന്നും പറയാൻ നിൽക്കണ്ടേട്ടാ. അച്ഛൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പടവലത്തേക്ക് പോകാനിരിക്കുക. കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാനും ഉണ്ട് അച്ഛൻ്റെ അടുത്ത്. എന്ത് കാര്യം അച്ഛനോട് പറയണ്ടേ? കുറെ കാര്യങ്ങളുണ്ടാ. അല്ല, ഏത് കാര്യം ഇപ്പൊ അച്ഛനോട് പറയാൻ പോകുന്നേ? അതൊന്നും ഇപ്പൊ പറയാനൊന്നും പറ്റില്ല. നീ പോയാ അപ്പുറത്തേക്ക്. ലച്ചു നീ പൊയ്ക്കോ, പോ. എന്തേ പോവാത്തെ? എന്നോട് പ്രത്യേകം പറയണോ പോവാൻ? പോടാ. ബാലു, എന്നാ നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം കുടിക്ക്. കുടിക്ക് ബാലു. ഈ ചൂട് സീസണല്ലേ, നാരങ്ങ വെള്ളം കുടിക്കണം, നല്ലതാ. വൈറ്റമിൻ ഇ ആണ്, കഴിക്ക്. നീല് വേറെ ഒന്നും ഇട്ടിട്ടില്ലല്ലേ? നല്ലോണം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. കുടിക്ക് ബാലു, കുടിക്കാൻ. മുഴുവൻ കുടിക്ക്. ഒരു ഗ്ലാസ് കൂടെ എടുക്കട്ടാ? ഒരു ഗ്ലാസും കൂടെ എടുക്കട്ടെ? വേണ്ട. ഒരു ഗ്ലാസും കൂടെ വേണ്ടേ? നീയേ ചോറും കറിയൊന്നും ഉണ്ടാക്കിയില്ലേ? ഉച്ചശേഷം പോണ്ടേ? ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, നമ്മള് പെട്ടെന്ന് ഓടിപ്പോയിട്ട് വരാൻ പറഞ്ഞിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പൊ നമ്മള് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിയാലോ? പോരാ. അല്ല, ഒരു ബിസിനസിന്റെ കാര്യമല്ലേ ബാലു. പെട്ടെന്ന് ചെന്ന് പറഞ്ഞ അച്ഛനൊന്നും മനസ്സിലാവൂല. നമ്മള് ഞായറാഴ്ച പോവാണെങ്കിൽ രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരാം. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് എല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. ബാലു പറയാറില്ല, ഒരു തഞ്ചത്തിൽ അവതരിപ്പിക്കേണ്ട കാര്യമാണെന്നൊക്കെ. നീ ഇന്ന് വീട്ടിലോട്ട് വിളിച്ചാ? ഏയ് ഇല്ല, വിളിച്ചില്ല. ശ്രീകുട്ടൻ ഇങ്ങോട്ട് വിളിച്ചാ? അവൻ വിളിച്ചൊന്നുമില്ല. വിളിച്ചില്ല? ഏയ്. പിന്നെ ആരാ ഐഡിയ പറ? അടുത്ത ആഴ്ച പോവാന്ന് പറഞ്ഞ ആരാ ഐഡിയ പറ? ബാലു ഒരു നല്ല കാര്യത്തിന് പോവാണോ? ബാലുവിന് ബിസിനസ് തുടങ്ങാനാണല്ലോ. അപ്പൊ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? ഭഗവാന്റെ അടുത്ത് പോകണം. രാവിലെ എണീറ്റ്, ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് എല്ലാവരും കൂടെ പോണു. അത്രയും സമയമുണ്ട്. വൈകിട്ട് തിരിച്ചു വന്നാൽ മതി. അപ്പൊ അച്ഛന് എല്ലാം പറയുകയും ചെയ്യാം, അച്ഛന് മനസ്സിലാവുകയും ചെയ്യും. ഒരു കാര്യം ചെയ്,
നീ ഞായറാഴ്ച അമ്പലത്തിൽ പോയി കുട്ടികളെ കൊണ്ട് നേരെ പടവലം വീട്ടിലോട്ട് വയ്ക്കോ. ഞാൻ ഇപ്പൊ തന്നെ ഊണും കഴിഞ്ഞ് വണ്ടി എടുത്തോണ്ട് ഇപ്പൊ വിടും. ഇപ്പൊ ഞാൻ പടവലം വീട്ടിലോട്ട് വിടും കേട്ടാ. അത് പണ്ട് ആരോണ്ട് പറഞ്ഞല്ലേ, ആറിയ കഞ്ഞി പഴം കഞ്ഞി. ചൂടോടെ കാര്യങ്ങൾ നടക്കണം, എന്നാലും ഒരു നീക്ക് വെക്കുള്ളൂ. നീ പോടി, നീ പോ. അടുക്കള ചോറും കറിയൊക്കെ ഉണ്ടെങ്കിൽ പോ. വായും പൊളിച്ചോണ്ടിരിക്കാ, പോടി പോ. നാരങ്ങ വെള്ളം അച്ഛാ എന്തിനാ വെറുതെ സൗണ്ട് ഉണ്ടാക്കണേ? ഒന്നുമില്ലടേ. ഞാനൊക്കെ എല്ലാം കൊണ്ടിട്ടേക്കണ അവിടെ വന്നപ്പോഴേ ആലോചിച്ചെന്താ. അമ്മ എന്താ വിശക്കുന്നു. വിശക്കുന്ന? എടാ നീ ഇപ്പോഴാണ് ബ്രെഡ് വിഴുങ്ങിട്ട് അങ്ങോട്ട് പോയത്. അതിണ്ടെങ്കിൽ പെട്ടെന്ന് നിനക്ക് വിശപ്പ് വന്നാ. പോയേ, ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിളിക്കാം ഞാൻ. എപ്പോ ഉണ്ടാവും? കേശു, നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും പറയാണ്. ഇവിടെ എല്ലാം ചെയ്യാൻ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. പറഞ്ഞിട്ടുണ്ടാണ് നിന്റെ അടുത്ത്? ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ഉണ്ടല്ലോ. ആന്നാ പോ. എന്ത് 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 ആ എന്ത് എന്ത് ജോലിയൊന്നും ചെയ്യാൻ നിൽക്കണേ? ഇനിയിപ്പോ സാവധാനം ചെയ്താൽ മതിയല്ലോ. അതെന്ത്? നമുക്കിന്ന് വീട്ടിൽ പോകാൻ പറ്റില്ല. ഞാൻ മാന്യമായിട്ട് പറയാൻ വേണ്ടി അങ്ങോട്ട് വന്നത്. അപ്പൊ ചൂടായി. എന്നോട് ചൂടാവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ട്. എവിടെയാണെന്നറിയാമോ? ബാംഗ്ലൂര്. എത്ര ദിവസത്തേന്നറിയാമോ? 3 ദിവസത്തെ. എന്നാ പോകണ്ടെന്നാ? നാളെ പോണം. 3 ദിവസത്തെ ഡ്രസ്സ് കൊടുത്ത് ഞാൻ നാളെ പോകും. എന്താ അമ്മ? ഞാൻ പോണ കാര്യം പറഞ്ഞ് ബാലുവിൻ്റെ അടുത്ത്. എന്നിട്ടെന്താ പറഞ്ഞേ? ബ്ലിങ്കസിയാന്ന് ഇങ്ങനെ നിന്നിട്ട് ഒന്നും മിണ്ടാതെ അങ്ങ് പോയി. പോവാൻ സമ്മതിക്കോ? ആ അമ്മ ഇപ്പൊ ഒരു കാര്യം ചെയ്, ആദ്യം ഫുഡ് ഉണ്ടാക്ക്, എന്നിട്ട് അച്ഛനോട് സാവകാശം സംസാരിക്ക്. വിശന്നു തുടങ്ങിയമ്മ, ഉണ്ടാക്ക്. വിശക്കണ്ടാ? വാ 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 ഇങ്ങോട്ട്. ആ കൈ ഇങ്ങനെ വെച്ച ആ പുറത്തൊക്കെ കഴി വെക്ക്. ആ കഴി വെക്ക്. ബാലു, എനിക്ക് വീട്ടിൽ പോകണമെന്ന് തന്നെയായിരുന്നു. ബിസിനസിൻ്റെ ആവശ്യമല്ലേ, നമ്മുടെ ജീവിത പ്രശ്നമെന്ന് എനിക്കറിയാം. വേറൊരു ദിവസം പോയി നമുക്ക് കാര്യമായിട്ട് സംസാരിക്കാം, പോരെ? ഒഫീഷ്യൽ ടൂർ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. 3 മീറ്റിംഗെങ്കിലും കാണും, അത് അറ്റൻഡ് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. സുഷമ രാവിലെ വിളിച്ചു പറഞ്ഞ, നീ കുറച്ച് മുന്നേ മാനേജറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരി, മാനേജർക്കുള്ള ദേഷ്യം ബാലുവിനെ അറിയാവുന്നതല്ലേ. ചിലപ്പോൾ ജോലി തന്നെ പോകും. ബാലു ഇങ്ങോട്ട് നോക്ക്. 3 ദിവസത്തെ കാര്യമല്ലേ ബാലു? 3 ദിവസം ഞാൻ പോയിട്ട് വരാം. ഇന്നൊന്നും മിണ്ടാത്തേ? ഇന്നൊന്നും മിണ്ടാത്തേ? ഞാൻ എന്തോന്നും മിണ്ടാ? നീ എല്ലാം തീരുമാനിച്ചല്ലേ? 3 ദിവസത്തെ ടൂറ് ബാംഗ്ലൂര്. ഒരു ദിവസം ആയിക്കോട്ടെ. എടി ഞാൻ നിന്റെ കെട്ടിയവല്ലേടി. നീ കണ്ടവൻ്റെ കൂടെ ആലോചിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ഒരു വാക്ക് നീ ചോദിക്കാതെ. ഞാൻ ബാലു പറയാൻ ഞാൻ ബാലു, നീ പോ, എന്റെ കണ്ണുമേന്ന് പോ. പടി ഇടയ്ക്കാരെ സംസാരിക്കല്ലേ, കൊന്നളെ ഞാൻ. മിണ്ടാതില്ല അവിടെ നില്ല, മിണ്ടാതെ. ബാലു, ഞാൻ ബാലുവിനോട് പറയാനിരുന്നായിരുന്നു. പക്ഷെ ബാലു അങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ പറയാണ്ടിരുന്നേ. അയ്യോ, ഭർത്താവിനെ പേടിയുള്ള ഭാര്യ. അയ്യോ, നീ പോ. എന്തായാലും ഞാൻ പോവും. എനിക്ക് പോയേ പറ്റുള്ളൂ. നീ പോടി, നീ പോയാ അതുവഴി അങ്ങ് പോയിക്കോണം. പിന്നെ ഇങ്ങോട്ട് വരരുത് നീ. എവിടെ പോവാൻ? എങ്ങോട്ട് പോവാൻ? എങ്ങോട്ട് പോവാനാ? നീ പടവലം വീട്ടിൽ പോ. ബാലു, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പ്രശ്നം ഉണ്ടാക്കല്ലേട്ടാ. നാട്ടുകാരേട്ടാ വിചാരിക്കില്ലേ ഞാൻ ഭർത്താവിനെ മക്കളെയൊക്കെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോവാണെന്ന്? നാട്ടുകാർ വിചാരിക്കട്ടെ. നീ ഇപ്പൊ അതല്ലേ ചെയ്യണത്. നീ നാട്ടുകാർ എന്താന്ന് വിചാരിക്കാതിരിക്കുന്നത്? എനിക്ക് എന്തായാലും പോണം. നീ പോയേ പറ്റുള്ളൂ. മാസം 34,000 രൂപ സാലറി വാങ്ങുന്നതാ, അറിയാലോ. അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് കാണിച്ചേ പറ്റുള്ളൂ. തള്ളല്ല, നിന്നെ പണ്ടേ തള്ളിക്കളേണ്ട സമയം കളഞ്ഞടി. ഞാൻ പോയിക്കോളാം. സമയമാകുമ്പോ ഞാൻ എങ്ങനെ പോയിക്കോളാം. സമയമാകുമ്പോ പോണ്ട, നീ ഇന്ന് പോണം. നീ ഇവിടെ നിന്നാ നിനക്ക് ബോറടിക്കും. അതുകൊണ്ട് നീ മറ്റേ ഓഫീസിൽ ആര്, നിന്റെ സുഷമേ, മറ്റേ സുഭാഷ്, അവനെ വിളി.
നാണില്ലാത്ത മനുഷ്യൻ ഓരോന്ന് വിളിച്ചു പറയാ. ആക്കരുത് കാണാല്ലാത്ത ഞാൻ ഇവിടെ വന്നാൽ ശരിയാവില്ല. ഇടയ്ക്കാറല്ലേ കേട്ടോ, പരവാസം പറഞ്ഞുകൊണ്ട് ഇടയ്ക്കാറത് കേട്ടോ. പറയാതെ വിളിക്കാടാ, പറയാതെ വിളിക്കാതെ. ഭ്രാന്താണോ? ഭ്രാന്തിന്റെ അച്ഛന്. ഞാൻ പോവും, സമയം എന്തായാലും ഞാൻ പോവും. ഇങ്ങനെയാണ് ഞാൻ ചെന്നൈ തന്നെ സെറ്റിൽ ആവും, അതുറപ്പാ. അവളെ വിളി. അച്ഛൻ ഇങ്ങോട്ടാ പോന്നെന്ന് പറഞ്ഞ് പോയത്. ഞാൻ പോണ, നീ അവളെ വിളി. അമ്മ അമ്മേ ബാ ബാ അച്ഛൻ. വാ വാടി വാ. നീ എന്തോന്ന് പറഞ്ഞേ? നിനക്ക് കമ്പനിയുടെ അടുത്ത് ഭയങ്കര ഉത്തരവാദിത്തമാണെന്നാ. പിന്നെ കുടുംബത്തിനോട് നിനക്ക് ഉത്തരവാദിത്വം ഇല്ലടി. അവിടെ നല്ല ടൂറിന് പോകണം, നമ്മള് നല്ല ടൂറിന് പോകണം. എടി നീ പോയി കളഞ്ഞ പറക്കാൻ പറ്റാത്ത കിളികളെ അല്ല കുട്ടികളെ കാര്യം ആര് നോക്കും? അവരെങ്ങനെ കുളിക്കും, അവരെങ്ങനെ എവിടെ കിടക്കും, അവരെങ്ങനെ ആഹാരം കഴിക്കും, വല്ല ചിന്താട്ടേ എനിക്ക്. പിന്നെ പറക്കാൻ പറ്റാത്ത കുട്ടികൾ ഇവിടെ ഉണ്ടാക്കുന്ന ആഹാരം എടുത്ത് കഴിക്കാൻ അവർക്കറിയാം, അവർ കഴിച്ചോളും. പിന്നെ കുളിക്കണത് ആരും കുളിപ്പിച്ചു കൊടുക്കേണ്ട പ്രായമൊന്നുമല്ല, തന്നെ കുളിച്ചോളും കുട്ടികൾ. കിടക്കാൻ ഉറക്കി കിടത്തിയൊന്നും വേണ്ട, പോയി കിടന്നുറങ്ങിക്കോളും. നീ നല്ല തള്ള തന്നെടി. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മക്കളെ കണ്ട അമ്മേരെ സ്വഭാവം. അമ്മയെന്ന് പറഞ്ഞാൽ ചാവൂല നീയൊക്കെ. എവിടെ ടൂറ് പോകും, 3 ദിവസത്തെ ടൂറ് പോകും, ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും. അത് കണ്ട് മാനേജർക്ക് ഇഷ്ടപ്പെടും. പിന്നെ അടുത്ത 1 മാസം ടൂർ. അങ്ങനെ പോയി 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 പോയി. തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കല്ലേ, ഒന്ന് നിർത്ത്. കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരുന്ന എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യായിരുന്നു. നിങ്ങൾ ഇനിയിപ്പോൾ എന്തൊക്കെ കാണിച്ചാലും എനിക്ക് പോകണം, പോയേ പറ്റൂ. പോട്ടല്ലടാ. ബാഗ് യാവനെങ്കിലും വിളിച്ച ഉടൻ പെട്ടിയും പൊക്കം എടുത്തോണ്ട് വയ്ക്കോളും. പോട്ടെ, ബാഗ് പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഒറ്റ ഡ്രസ്സ് മതി എനിക്ക് പോകാൻ. ഈ ഒരു ഡ്രസ്സ് ഇട്ടാലും പോകാനൊക്കെ പറ്റും. നാളെ രാവിലെ 5 മണിക്ക് വണ്ടി വരും, ഞാനങ്ങ് പോകും. പിന്നെ കംപ്ലീറ്റ് ചിലവ് അവർ തന്നെ നോക്കണേ. പിന്നെന്താ കുഴപ്പം? 25,000 രൂപ അഡീഷണൽ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് എന്റെ ഡ്രസ്സ് എടുത്തൂടെ? 5 സ്റ്റാർ ഹോട്ടലിൽ താമസവും. നീ എവിടെ താമസിച്ചാലും കുട്ടമ്പിളരെ മോള് എന്നടി. കുട്ടമ്പിളയ്ക്ക് ഒരു കുഴപ്പമില്ല. കുട്ടമ്പിള ഇപ്പോഴും നടു നിവർത്തി തന്നെ നടക്കണേ. അങ്ങനെ കാണുമ്പോൾ ആൾക്കാർ നടു വളച്ച് നടക്കും. ഞാൻ വരട്ടെ, അങ്ങനെ നടു വളച്ചേരാ. നിങ്ങൾ നടു ഒടിച്ചിടും, അത്ര തന്നെ. ഞാൻ ഇതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് കാണാം. ഒരു കാര്യം നടക്കാൻ പോണില്ല, പോയി നോക്ക്. ലച്ചു, ഇങ്ങോട്ട് വന്നേ. ദോശമാവ് തേങ്ങ എണ്ണി പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട്. പച്ചക്കറി അരിഞ്ഞിട്ട് ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് താഴെ. കണ്ടാ? ബാക്കി പച്ചവളം എല്ലാം ഉണ്ട്. പിന്നെ മുളക് പൊടിയൊക്കെ അവിടെ ആ സൈഡിലുണ്ടേ. തേയില, പഞ്ചസാര, ബിസ്ക്കറ്റ്, ബ്രെഡ്, പിള്ളേർ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഉണ്ടല്ലോ. മിച്ചർ എല്ലാം ഉണ്ടല്ലേ. വേറൊന്നുമില്ല. കറി വെക്കാനുള്ളത് അതുണ്ട് ഫ്രിഡ്ജിന്റെ താഴെ. പച്ചക്കറി ഉണ്ട്. മീൻ വേണമെങ്കിൽ അച്ഛനെ കൊണ്ട് നാളെ മേടിപ്പിച്ചാൽ മതി. പെട്ടെന്നായോണ്ടേ മേടിച്ചു വെക്കാനൊന്നും പറ്റിയില്ല. ഈ പണികൾ മൊത്തം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണോ? ഇല്ല, നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് 2-3 പേരെ കൂടി വിളിക്കാം. എൻ്റെ ലച്ചു, നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു. വേണമെങ്കിൽ രമാൻ്റെ വിളിക്കാം, വിളിച്ചു നോക്കാം. വരുവാണെങ്കിൽ വരട്ടെ. ആ രമയെ വിളി. ഇപ്പം പതിവാക്കി വെച്ചേക്കാണ്. യാതൊരു കാര്യം ഉണ്ടെങ്കിൽ രമയെ വിളിക്കണേ. ഭർത്താവിന് അനുവാദമല്ലേ നീ പോവാനേടി, ടൂർ പോവല്ലേ? നീ ഉടനീളം കണ്ണീര് കുടിക്കോടി. നീ നോക്കിക്കോ. എന്റെ മനുഷ്യ, ഒരു യാത്രയ്ക്ക് പോകുമ്പോ ഇങ്ങനെ ശമിക്കല്ലേ? ഇങ്ങനെ എപ്പോഴും ഉള്ളതാ എവിടെയെങ്കിലും പോകുമ്പോ. ഇങ്ങനെ ദുഷ്ട മനസ്സാ. ഇങ്ങേര് ദുഷ്ടായി ഒരു ഭർത്താവിനെ വിളിക്കാണ്. എടീ, മോളിരിക്കുന്ന ഒരാൾ കാണണടി. ഇതല്ല നോക്കിക്കോ, നീ അനുഭവിക്കാൻ കിടക്കണേ ഉള്ളൂ. എന്റെ ഈശ്വരൻ, ഇതെന്ത് കഷ്ടമാണ്. ഞാൻ പോണില്ലാന്ന്. നീ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കണ്ണീരോടെ വന്ന് കരഞ്ഞോണ്ട് എനിക്ക് എന്റെ അടുത്ത് നീ പറഞ്ഞു എനിക്കാക്കണം. ഞാൻ കരയാൻ വേണ്ടി പോകണം അങ്ങോട്ട്. കണ്ണീരോടെ വന്ന് പറയേ. നീ പോ, എല്ലാം റെഡിയാക്ക്. വിട് ഇപ്പഴേ വിട്, സ്ഥലം വിട്. ഞാൻ പോണില്ല. നീ പോണില്ലേ? വെറുതെ വിട്ടു എന്നെ. നീ പോണില്ലേ? നീ പോകുന്നത് എനിക്ക് പോവാൻ മനസ്സില്ല. എനിക്ക് പോവാൻ മനസ്സുണ്ടാക്കണം. നീ ഇത്രയും അടിച്ചാ പോണം. എനിക്കിപ്പോ താല്പര്യമില്ല പോവാൻ. താല്പര്യം ഉണ്ടാക്കി എടുക്കും ഞാൻ. നീ പോ. നിന്റെ ആര്? സുഷമ്മയും പിന്നെ വേറെ ആര്? ഇന്നാളെ അവിടെ ബൈക്കിൽ സുഭാഷ് അവനെയൊക്കെ വിളിച്ച് നീ പോകാൻ നോക്ക്. പോ. ഇവിടെ നിൽക്കണ്ട. പോണില്ലേടി? എനിക്കിവിടെ വേറെ കുറെ ജോലിയുണ്ട്. നീ പോയിട്ട് വേണം ഇവിടെ എനിക്ക് ചാണം കളിച്ച് അടിച്ച് വാരി തൂത്ത് തുടങ്ങി വൃത്തിയാക്കണം.
ആഗ്രഹിച്ച ഞാൻ പോയത് ജീവിക്കാൻ വേണ്ടിട്ടാ. നിങ്ങൾക്ക് വല്ല നാലുപേരെ വെട്ടി ഒഴുകി തരണമെങ്കിൽ ഞാൻ തന്നെ പോണം. അവിടെ പോയി ആൾക്കാരെ കുത്തുന്നുണ്ടെങ്കിൽ ഒന്നും വല്ലതും പറയാൻ അറിയപ്പടി ഇറങ്ങിപ്പോ